വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരായ ഗുരുജനങ്ങളെ, മഹത് വ്യക്തിത്വങ്ങളെ, ശ്രീനേട്ടനുമായിട്ടുള്ള ഓർമ്മ പങ്കിടാൻ എൻ്റെ കയ്യിലധികം സ്റ്റഫുകളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മ തുടങ്ങുന്നത് ശരിക്കും അദ്ദേഹം അഭിനയിച്ച സിനിമ ടി വിയിൽ കണ്ടുകൊണ്ടാണ്. പിന്നീട് അദ്ദേഹത്തിനോടൊപ്പം ഒരു കാലഘട്ടത്തിൽ എത്തി പ്രവർത്തിക്കാൻ സാധിച്ചില്ല, പക്ഷെ അദ്ദേഹത്തിനോടൊപ്പം സൗഹൃദം പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒരുപാട് തമാശകൾ അദ്ദേഹം നമുക്കെല്ലാം തന്നിട്ടാണ് പോയിരിക്കുന്നത്. എനിവേ, നമുക്ക് 2026 ശ്രീനിയേട്ടനില്ലാത്ത ഒരു വർഷം നമ്മൾ തുടങ്ങുകയാണ്. പക്ഷേ ശ്രീനിയേട്ടൻ ഒരിക്കലും നമ്മളിൽ നിന്നും പോകുന്നില്ല. ഞങ്ങളെ പോലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഇടയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളും ഒക്കെ ഈ ലോകത്ത് ഉള്ളിടത്തോളം കാലം നിലനിൽക്കുകയും അത് പറഞ്ഞ പോലെ പഠന വിഷയമാക്കുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും അതുപോലെ കലാജീവിതവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് പാഠപുസ്തകങ്ങളാണ്. അത് പുതിയ തലമുറയ്ക്ക് ഉപകാരപ്പെടും. ശ്രീനിയേട്ടൻ എന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനിവാസനെ കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ പറയാൻ മാത്രം ബന്ധവും ഒന്നും എനിക്കില്ല. ആകെയുള്ള അടുപ്പം എന്ന് പറയുന്നത് ഞാനും ശ്രീനിവാസൻ ഒരു നാട്ടുകാരനാണ്. ഞാൻ റഫീഖ് ചൊക്ലിയാണ്. ചൊക്ലിയുടെ 4 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനനമുണ്ട്. പിന്നെ എറണാകുളത്താണ് താമസിക്കുന്നത്. ശ്രീനിവാസനെ കുറിച്ച് ഇത്രയേ പറയും. ഒരുപാട് പ്രതികൾ മലയാള സിനിമയിൽ വരും, പോകും, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ ശ്രീനിവാസനെ പോലെ ഒരാൾ വന്നുപോയത് അത് മികവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് പോയിരുന്നത്. അതുപോലെ ഒരാൾ പറയുന്നത് ഒരുപാട് പേര് ഇപ്പൊ ഈ 2025-24 കാലഘട്ടത്തിൽ ഒരുപാട് പേര് നമ്മൾ നമ്പർ MT അടക്കമുള്ള ഒരു വലിയ നില. അതിന് പകരം ഒരാൾ വരാനില്ല. മലയാള സിനിമക്ക് ഏറ്റവും വലിയ നഷ്ടത്തിലുള്ള അവസാന നഷ്ടമാണ് ശ്രീനിവാസൻ നമ്മൾ വിട പറഞ്ഞത്. അദ്ദേഹം എഴുതിയ തിരക്കഥ, അദ്ദേഹം എഴുതിയ സംവിധാനം, അദ്ദേഹം അഭിനയിച്ച കുറെ കഥാപാത്രങ്ങൾ, അതൊന്നും മറ്റൊരാൾക്കിനി കാണിക്കാനോ മറ്റൊരാളെ പകരം വെക്കാനോ ഇല്ലാത്ത കഥാപാത്രങ്ങളും എഴുത്തുമായിരുന്നു. അത് വിട പറഞ്ഞു പോയത് തന്നെയാണ്. ഒരിക്കലും തിരിച്ചു വരാൻ മറ്റൊരാൾക്കും കൊണ്ടുവരാൻ സാധിക്കില്ല. അത് മലയാള സിനിമയ്ക്ക് വെച്ച ഏറ്റവും വലിയ നഷ്ടമാണ്. എന്നിവിടെ ക്ഷണിച്ചാലും സംസാരിക്കാൻ അവസരം തന്നതിലും ഒരുപാട് നന്ദി, നമസ്കാരം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.